ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫയൽ അപ്ലോഡ് ആക്ടിവിറ്റീസിൻ്റെ ഏറ്റവും ലാസ്റ്റ് ലാബായിട്ടുള്ള വെബ് ഷെൽ അപ്ലോഡ് വിയർ റൈസ് കണ്ടീഷൻ. അതായത് ഈ ലാബാണ് ഫയൽ അപ്ലോഡ് ആക്ടിവിറ്റീസിൻ്റെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ലാബ്. അപ്പോൾ ഈ ലാബ് ഓൾറെഡി ഇമേജ് അപ്ലോഡ് ഫംഗ്ഷൻ ഓണബിൾ ആണ്. ആൾസോ ഇറ്റ് പെർഫോം റോബസ്റ്റ് വാലിഡേഷൻ ഓൺ എനി ഫയൽ ദാറ്റ് ആർ അപ്ലോഡ്. ഇറ്റ് ഈസ് പോസിബിൾ ടു ബൈപാസ് ദിസ് വാലിഡേഷൻ എൻറ്റയർലി ബൈ എക്സ്പ്ലോയിറ്റിംഗ് എ റൈസ് കണ്ടീഷൻ ഇൻ ദ വെയിറ്റ് പ്രോസസ്സും. അതായത് ഇതിനെന്തായാലും ഇന്നുണ്ട് ഒരു പ്രോപ്പർ വാലിഡേഷൻ ഉണ്ട്. അപ്പോൾ നമുക്കത് ബൈപ്പാസ് ചെയ്യാൻ പറ്റും. എങ്ങനെ? റൈസ് കണ്ടീഷൻ എന്നുള്ള മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ബൈപ്പാസ് ചെയ്യാൻ പറ്റും. എല്ലാ ലാബിനെയും പോലെ തന്നെ ഹോമിൽ കാർലോസ് സീക്രട്ട് എന്ന് പറഞ്ഞ ഫയലാണ് നമുക്ക് റീഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു ക്രെഡൻഷ്യൽസ് തന്നിട്ടുണ്ട് വീനപ്പീറ്റ്. നമുക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സൊല്യൂഷനും ഉപയോഗിക്കാം. ഈ കമ്മ്യൂണിറ്റി സൊല്യൂഷന് ഒരു വീഡിയോ ഉണ്ട്, അത് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ഞാൻ ഉപയോഗിക്കുന്നത് വേറെ മെത്തേഡാണ്. അതായത് ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് വെച്ച് കഴിഞ്ഞാൽ ഫയൽ അപ്ലോഡ് ചെയ്യണ റിക്വസ്റ്റും ഗെറ്റ് റിക്വസ്റ്റും ഒപ്പം ആക്സസ് ചെയ്യാൻ നോക്കും. അതായത് ഫയൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഈ ഗെറ്റ് റിക്വസ്റ്റ് വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ആ ഫയലിനെ ആ ടൈമിൽ തന്നെ ആക്സസ് ചെയ്യാൻ നോക്കും. ഇപ്പോൾ എക്സാമ്പിൾ ചെയ്ത് കാണിച്ചിട്ട് അപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഓക്കെ, ഫസ്റ്റ് മൈ അക്കൗണ്ട് ലോഗിൻ ചെയ്യുക, വീണ പേറ്റ് എന്ത് ചെയ്തു, ലോഗിൻ ചെയ്തു. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഫയൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ? ചൊപ്പറോട് JPG അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ? അപ്ലോഡ് കൊടുക്കുമ്പോൾ എന്തായി, സബ്ട്രാണെന്നല്ലോ. ഓക്കെ, റിമൂവ് ചെയ്യാം. ക്ലിയർ ഹിസ്റ്ററി ആണോ? ഇത് ഫയൽ ആവുക ചൊപ്പറോട് JPG പിന്നെ അപ്ലോഡ്, അതായത് ഇമേജ് ഫയൽ അപ്ലോഡ് ചെയ്യാൻ സീനില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് PHPൻ്റെ ഫയൽസ് അങ്ങനെ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാൻ സീൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയാണ്ട് ഫയൽ .php സെലക്ട് ചെയ്യുക, അപ്ലോഡ് കൊടുക്കുക. അപ്പോൾ എന്തായാലും സോറി ഓൺലി JPG ആൻഡ് PNG ഫയൽ ആർ അലൗഡ്, സോറി ദർ വാസ് ആൻ എറർ അപ്ലോഡിങ് എ ഫയൽ. അപ്പോൾ നമുക്ക് ഈ ഫയൽ അപ്ലോഡ് ചെയ്യുമ്പോഴുള്ള എറർ എന്താണെന്ന് വെച്ച് നോക്കി നോക്കാം. അപ്പോൾ ഇതാണ് ആ പോസ്റ്റ് റിക്വസ്റ്റ്, ഇതാണ് ആ ഫയൽ അപ്ലോഡ് ചെയ്യുമ്പോഴുള്ള എറർ. നമുക്ക് ജസ്റ്റ് ഒരു ഗെറ്റ് റിക്വസ്റ്റിന് ആവശ്യമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു റാൻഡം ഗെറ്റ് റിക്വസ്റ്റ് എടുക്കുക. എന്തായാലും ലാബിൻ്റെ ഗെറ്റ് റിക്വസ്റ്റ് ആണ്, ഏതെങ്കിലും ഒരു അഡ്രസ്സിൻ്റെ ഗെറ്റ് റിക്വസ്റ്റ് എടുക്കരുത്. അതായത് ഇപ്പോൾ നിങ്ങളെ ബർപ്പിൽ പ്രോക്സിയിൽ റിക്വസ്റ്റ് പല റിക്വസ്റ്റും ക്യാപ്ചർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ ഈ ചെയ്യുന്ന ലാബിൻ്റെ ഗെറ്റ് റിക്വസ്റ്റ് തന്നെ ഉണ്ടോ. അപ്പോൾ നമ്മൾ റിപ്പീറ്റർ പോയി ഇതാണ് പോസ്റ്റ് റിക്വസ്റ്റ്. നമ്മളിത് സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, ഗെറ്റ് റിക്വസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്യട്ടെ. അത് സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, ഓക്കെ ഗെറ്റ് റിക്വസ്റ്റ് അല്ല പോസ്റ്റ് റിക്വസ്റ്റ് സെൻഡ് ചെയ്യുമ്പോൾ 403 ഫോർവേഡ്. അപ്പം ഈ ലാബിലൊരു കാര്യം മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫയൽ ആ വെബ് ആപ്ലിക്കേഷൻ സെർവറിൽ പോയിട്ട് അപ്ലോഡ് ആവുന്നുണ്ട്. പക്ഷേ ഒരു ചെറിയ ടൈമിൽ ഒരു 5, 3, 4 സെക്കൻഡ് വരെ ഇത് അപ്ലോഡ് ആവുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിൽ ഈ മലീഷ്യസ് ആയിട്ടുള്ള കണ്ടൻറ്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടൻറ്റ്സ് ഉണ്ടെന്ന് അറിയുമ്പോൾ എന്ത് ചെയ്യും, ഈ വെബ് ആപ്ലിക്കേഷൻ്റെ സെർവർ ഇത് ഓട്ടോമാറ്റിക്കലി റിമൂവ് ചെയ്യും. അതാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഫയൽ അപ്ലോഡ് ചെയ്തിട്ട് ഒരു 5 6 സെക്കൻഡ് ഇത് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ടൈമിൽ നമ്മൾ ഈ ഫയൽ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ റെസ്പോൺസ് ഒരിക്കലും ചേഞ്ച് ആവില്ലല്ലോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഈ ഫയൽ ജസ്റ്റ് ഒന്ന് ആക്സസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയാണ്ട് നമ്മൾ ഈ ഫയലിൻ്റെ പാത്ത് നമുക്കറിയാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ്ട് ഓപ്പൺ ഇമേജ് ന്യൂ ടാബ് കൊടുക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ പാത്ത്. അപ്പോൾ ജസ്റ്റ് ഈ സാധനം ജസ്റ്റ് കോപ്പി ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളിവിടെ ജസ്റ്റ് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ആ ഇമേജിൻ്റെ ഫയലിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. അപ്പോൾ 200 ഓക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്തായി, നമ്മൾ ഫയൽ ആക്സസ് ചെയ്തു എന്ന് അർത്ഥം. അപ്പോൾ നമ്മൾ ഈ ഫയൽ .php അവിടെ തന്നെ അപ്ലോഡ് ആവുക, ഈ പാത്തിൽ തന്നെയാണ് അപ്ലോഡ് ആവുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫയൽ .php നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുക്കുക, പേര് കൊടുക്കുക. നമുക്ക് ഇപ്പോൾ നമ്മളിത് ആക്സസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, കിട്ടില്ല. കാരണം എന്താ, ആ ഫയൽ അവിടെ ഇല്ല, നോട്ട് ഫൗണ്ട് ആണ്, നമുക്കത് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഒരു റിപ്പീറ്റിൽ ഒരു 1 2 3 4 5 5 കൊടുക്കും. ഇതെന്തിനാ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏതിലേലും ഒന്ന് കിട്ടാൻ വേണ്ടി കാണണം കേട്ടോ. അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ആഡ് ടാബ് ഗ്രൂപ്പ് ഉണ്ട്, ക്രിയേറ്റ് ടാബ് ഗ്രൂപ്പ് കൊടുക്കുക. നമ്മൾ ഒപ്പം സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പോസ്റ്റ് റിക്വസ്റ്റും ഗെറ്റ് റിക്വസ്റ്റും ഒപ്പം സെൻഡ് ചെയ്യുക. അതായത് ഇതൊപ്പം സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈം ഒരു ഇച്ചിരി ടൈം നിൽക്കുന്നുണ്ട് പറഞ്ഞല്ലോ, ആ ടൈമിൽ തന്നെ നമ്മൾ ഈ ഫയൽ നമ്മൾ ആക്സസ് ചെയ്യാൻ നോക്കും. അത് വേണ്ടിയിട്ടോ. അപ്പോൾ സെൻഡ് ചെയ്താൽ നമുക്ക് റാൻഡായിട്ട് സെൻഡ് ചെയ്താൽ പോരാ, നമ്മൾ എന്ത് ചെയ്യണം, സെൻഡ് ഗ്രൂപ്പ് ഇൻ പാരലൽ എ സിംഗിൾ പാക്കറ്റ് അറ്റാക്ക് കൊടുക്കുക. അതായത് ഈ എല്ലാ റിക്വസ്റ്റും ഒപ്പം സെൻഡ് ചെയ്യും. ഇപ്പോൾ നമ്മൾ നേരെ സെൻഡ് ചെയ്ത് 403 ഫോർബിഡൻ ആയിരുന്നു, സെൻഡ് ഗ്രൂപ്പ് ഇൻ പാരലൽ കൊടുക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക, സ്റ്റിൽ 403 ഫോർബിഡൻ ആണ്. സോറി ഓൺലി JPG ആൻഡ് PNG ഫയൽ അലൗഡ് എന്ന് കാണിച്ചില്ല. പക്ഷെ നമ്മൾ ഈ റിക്വസ്റ്റ് പോകുമ്പോൾ എന്താ ചെയ്യുക, നമുക്ക് 200 ഓക്കെ കിട്ടി. അതായത് ആ ഒരു ചെറിയ സെക്കൻഡ് വരെ എന്ത് ചെയ്യുന്നുണ്ട്,
ആ ഫയൽ ഇതിൽ അപ്ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ടൈമിൽ തന്നെ നമ്മൾ ആ ഫയലിനെ ആക്സസ് ചെയ്യാൻ നോക്കിയപ്പോൾ നമുക്ക് എന്തായി, ആ ഫയലിലുള്ള കണ്ടൻറ് കിട്ടി. അതായത് ഹോം എന്ന് പറഞ്ഞ ഫോൾഡറിൽ, കാർലോസ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ സീക്രട്ട് എന്ന് പറഞ്ഞ ഫയലിൽ നമുക്ക് സക്സസ്ഫുള്ളി നമുക്ക് എന്ത് ചെയ്തു, ആക്സസ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമുക്ക് ഇനി ലാബ് സോൾവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് സൊല്യൂഷനിൽ പോയിട്ട് ഈ സാധനം കോപ്പി ചെയ്യാം. Ctrl+C കോപ്പി എടുക്കുക, അത് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ എന്തായി, ലാബ് നമ്മൾ സക്സസ്ഫുള്ളി നമ്മൾ എന്ത് ചെയ്തു, സോൾവ് ചെയ്തു. അതായത് നമ്മളെന്ത് ചെയ്തത്, ഈ പോസ്റ്റ് റിക്വസ്റ്റും ഗെറ്റ് റിക്വസ്റ്റും ഒരു ഗ്രൂപ്പാക്കിക്കാണ്ട് സെൻഡ് ഗ്രൂപ്പിൻ പാരലൽ എന്ന് കൊടുത്തുകൊണ്ട് ഫയൽ അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ആ ഫയൽ നമ്മൾ ആക്സസ് ചെയ്യാൻ നോക്കി. അപ്പോൾ ഈ ലാബിൽ എന്താണ് ഡൗട്ട് ഉണ്ടാവും, ഇച്ചിരി കൺഫ്യൂസിങ് ആയിട്ടുള്ള ലാബാണ്. അപ്പോൾ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് വീണ്ടും കാണുക. ഒരു വട്ടം മനസ്സിലായില്ലെങ്കിൽ ഒരു വട്ടം കൂടിയും കാണുക, അതിൽ മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഒരു വട്ടം കൂടിയും കാണുക, അത് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഒരു വട്ടം കൂടിയും കാണുക. അങ്ങനെ മനസ്സിലാവുന്നത് വരെ കാണാം. അപ്പോൾ ഇത്രയുള്ള ഈ ലാബ് നമുക്ക് ഇനി ഫയർ അപ്ലോഡ് ഓൺലൈൻ എല്ലാ ലാബ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വെബ് ആപ്ലിക്കേഷൻ ഓൺലൈൻ പറ്റിയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.